ഇനി ബിജെപിയുടെ ചില പ്രതികരണങ്ങളിലേക്കാണ് പോകുന്നത്. പ്രജൻ, എനിക്ക് തോന്നുന്നു ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ഏറ്റവും വലിയ വിമർശനം പ്രജൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പല പദ്ധതികളുമുണ്ട്, പക്ഷേ ഫണ്ട് അലോക്കേഷൻ ആ നിലയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും വി ഡി സതീശൻ പ്രഖ്യാപിച്ച പുതുയുഗ കേരളം അത് ബജറ്റ് അവതരിപ്പിച്ച കടലാസിൽ അവസാനിച്ചെന്നാണ് ബിജെപിയുടെ പ്രതികരണം. വി മുരളീധരൻ MLA പ്രതികരണം. തിരുവനന്തപുരത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് നേരെയാക്കിയിട്ട് പോരെ രണ്ടാം മെഡിക്കൽ കോളേജിനെ പറ്റി ആലോചിക്കുന്നതെന്നും വി മുരളീധരൻ ചോദിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സ്റ്റേഡിയം പ്രഖ്യാപനത്തെയും വി മുരളീധരൻ പരിഹസിച്ചു. ഈ പുതിയുഗ കേരളം ബജറ്റ് അവതരിപ്പിച്ച പേപ്പറിൽ അവസാനിക്കും. ബജറ്റ് അവതരിപ്പിച്ച കടലാസിൽ പുതിയുഗ കേരളം അവശേഷിക്കും. അതിനപ്പുറത്തേക്ക് ഒരു പുതിയുഗ കേരളവും സൃഷ്ടിക്കാൻ ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഉതവില്ല. തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് വരുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ആദ്യത്തെ മെഡിക്കൽ കോളേജിൽ നേരെയാക്കിയിട്ട് പോരെ അടുത്ത മെഡിക്കൽ കോളേജിനെ കുറിച്ച് ആലോചിക്കാൻ? നമ്മുടെ മുഖ്യമന്ത്രി ഈ വേൾഡ് കപ്പിന്റെ അവസരത്തിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പ്രഖ്യാപിച്ചു. എനിക്ക് തോന്നുന്നു ബാലഗോപാൽ കഴിഞ്ഞ കൊല്ലം പ്രഖ്യാപിച്ച കണ്ണൂരിലെ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ കളി നടക്കുന്നുണ്ടെന്നാണ് വേൾഡ് കപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.